നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ നെയ്യാറ്റിൻകര ഒരു ഔട്ട്ലെറ്റിലാണ്. ഇവിടെ എന്നോടൊപ്പം നെയ്യാറ്റിൻകര മുനിസിപ്പൽ കോർപ്പറേഷന്റെ വൈസ് ചെയർമാനുണ്ട്, ശ്രീമാൻ ഷിബു. നമുക്ക് അദ്ദേഹത്തിനോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബിസിനസിന്റെ രീതി, എങ്ങനെ മാറുമില്ല? എന്താണ് സാർ? പ്രത്യേകിച്ച് സ്വർണത്തിന് ഇപ്പോൾ നല്ല വില നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഭീമ ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു എക്സ്പോ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്ന് തുടങ്ങി 26 വരെ ആളുകൾക്ക് സ്വർണം വളരെ കുറഞ്ഞ നിരക്കിൽ, പണിക്കൂലിയെല്ലാം വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ഒരു അവസരം നെയ്യാറ്റിൻകരയിൽ ഒരുക്കുകയാണ്. അപ്പോൾ നെയ്യാറ്റിൻകരക്കാരെ സംബന്ധിച്ച് ഇതൊരു നല്ല അവർക്ക് ഇളവ് കിട്ടുന്ന, സ്വർണത്തിന് ഇളവ് കിട്ടുന്ന ഒരു സന്ദർഭമാണ്. പരമാവധി സന്ദർഭം അവർ ഉപയോഗിക്കും. ഒരുപാട് ജ്വല്ലറികളുണ്ട്, പക്ഷെ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഇങ്ങനെ ഒരു എക്സ്പോ വെക്കുമ്പോൾ ഇത് ഭീമയ്ക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അംഗീകാരം ഉണ്ടല്ലോ. ഭീമയുടെ സ്വർണത്തെ സംബന്ധിച്ച്, ഭീമയുടെ സ്വർണ്ണ നിലവാരത്തെ സംബന്ധിച്ചൊക്കെ പൊതുസമൂഹത്തിനിടയിൽ നല്ല അഭിപ്രായമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അതുകൊണ്ട് ഭീമയിൽ നിന്ന് സ്വർണം എടുക്കുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ആഗ്രഹമാണ്. അത് തിരുവനന്തപുരത്ത് പോവാതെ നെയ്യാറ്റിൻകര തന്നെ അതിനുള്ള സൗകര്യം ഇതുമായി ബന്ധപ്പെട്ട്, എക്സ്പോയെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നെയ്യാറ്റിൻകരത്തെ ജനത കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരൊരു പെർമനന്റ് ഷോറൂമായിട്ട് നെയ്യാറ്റിൻകര വരികയാണെങ്കിൽ വൈസ് ചെയർമാൻ പറയാണ്, ജനങ്ങൾ ഒന്നടങ്കം, നെയ്യാറ്റിൻകരക്കാർ ഒന്നടങ്കം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായും അതൊരു ബ്രാൻഡഡ് സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു പിന്തുണയും സഹകരണവും ഒക്കെ നെയ്യാറ്റിൻകരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ഈ വാർഡിന് തന്നെ കൗൺസിലർ അടുത്താണ്. പേരെന്താണ് മാഡം? അൽഫോൺസ്. ഓക്കെ, ഇപ്പൊ പുതിയ മെമ്പറാണ്. അപ്പൊ പുതിയ മെമ്പറിന് ഇതൊരു സമ്മാനമാണെന്ന് തോന്നുന്നല്ലേ ഈ ഭീമ? അതെ. അല്ലെ, എന്ത് തോന്നുന്നു ഈ ഭീമ അവിടെ വന്നപ്പോൾ? കൃഷ്ണപുരം ഗ്രാമ വാർഡില് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ ഭീമ ജ്വല്ലറി ഇവിടെ വന്നത്. നാട്ടുകാർക്ക്, ഈ ജനങ്ങൾക്ക് ഒരു നല്ലൊരു ഉപകാരമായി തീരും, ഫലവത്തായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സ്വർണം വാങ്ങണം തോന്നുമ്പോഴത്തേക്ക് എവിടെ പോകും? ഇവിടെ തന്നെ, ഈ ഭീമയിൽ തന്നെ. ഞാൻ എന്റെ മോളുടെ കല്യാണത്തിന് ഭീമയിൽ നിന്നാണ് എടുത്തത് സ്വർണം, തിരുവനന്തപുരം. ഇനി അത് നമ്മൾ പാലിക്കുകയും ചെയ്യും. അപ്പൊ ഇവരുടെ ഒരു എക്സ്പോ ആണ്. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ട് ഈ ഒരു സ്ഥാപനം വന്നാൽ നെയ്യാറ്റിൻകരക്കാർ കൈ കൊടുക്കുമെന്നാണ്, അത് കൈകോർത്ത് എടുക്കുമെന്നാണ് നിങ്ങളുടെ വൈസ് ചെയർമാൻ പറഞ്ഞത്. ശരിയാണോ? തീർച്ചയായും. ഓക്കെ, താങ്ക് യു മാഡം. നെയ്യാറ്റിൻകരയിലെ ഭീമയുടെ എക്സ്പോയിൽ നിൽക്കുന്നു. എന്നോടൊപ്പം നിൽക്കുന്നത് സമൃദ്ധരായ ഭീമയെ നയിച്ചു കൊണ്ടുപോകുന്ന മാനേജേഴ്സ്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പേരെങ്ങനെ? ഷിബിൻ, സജിത്ത്, സതീഷ്, രമേശ്. അപ്പോൾ ഇത്രയും വലിയ ഷോറൂംസ് ഉണ്ട് നിങ്ങൾക്ക്. കേരളത്തിനകത്തും പുറത്തുപോയ ഒരുപാട് ഷോറൂംസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് വളരെ ഒരു ചെറിയൊരു സംഭവം, ഇത്രയും വലിയ ഒരു നഗരത്തിൽ, അതായത് മുനിസിപ്പാലിറ്റിക്ക് ഒരു എക്സ്പോ നടത്താം. നിങ്ങൾക്ക് എന്താണ് ഒരു മോട്ടീവ്? എന്താണ് കാരണം?
വളരെ വലിയ മോട്ടീവ് എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടാണ്. കാരണം നമുക്ക് ഷോറൂമിലാണെങ്കിലും ഇവിടെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് വളരെയധികം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സെക്കൻഡ് ടൈമാണ് നെയ്യാറ്റിൻകര എക്സ്പോ നടത്തുന്നത്. ഈ സെക്കൻഡ് ടൈമിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വളരെ നല്ലൊരു റെസ്പോൺസാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫ് ദ ഓഫറുമാണ് ഭീമ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ആ ഒരു ഇത് തന്നെയാണ്, പ്ലസ് നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ ക്വാളിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു കസ്റ്റമർ സർവീസും അതുപോലെ നല്ലൊരു സപ്പോർട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എപ്പോഴും എവിടെയാണ് സ്ഥലം താങ്കൾ? ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവാണ്. അതെ, വട്ടിയൂർക്കാവിലും താങ്കൾ ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ്. അതെ അതെ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ അവിടെ നിന്നൊരു ചെറിയൊരു സംഭവം അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഷോറൂം വിട്ടാൽ എങ്ങനെയായി നെയ്യാറ്റിൻകര? അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് നെയ്യാറ്റിൻകര. അപ്പം നെയ്യാറ്റിൻകരയിലുള്ള സാധാ ജനങ്ങളും അല്ലാതെ ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭീമയ്ക്ക് നമുക്ക് എടുത്തു പറയത്തക്ക അത്ര വിലപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് പടിവാതിലിൽ തൊട്ടടുത്ത പടിവാതിലിൽ നമ്മളെ ഭീമയുടെ ഒരു സേവനം കൊടുക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ ഇതുപോലുള്ള എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടെ അടുത്തറിയാനും അവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് മെയിനായിട്ടും ഈ എക്സ്പോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് താങ്കളുടെ? എൻ്റെ സ്ഥലം പലിശമൂടാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പോ നടത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ റെസ്പോൺസാണ് നമ്മുടെ എപ്പോഴും നോക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളും നടത്തുന്നുണ്ട്. അപ്പം നെയ്യാറ്റിൻകര നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് വന്ന് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഭീമയുടെ സ്വർണം അത്രയും ക്വാളിറ്റിയോടുകൂടി കൊടുക്കുക എന്നുള്ളതും ആ സർവീസും നമ്മുടെ എല്ലാ ഇതും ജനങ്ങളോട് എത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത് നല്ല രീതിയിൽ ഈ ഒരു 4 ദിവസമുണ്ട്. ഈ 4 ദിവസത്തിൽ ഈ നെയ്യാറ്റിൻകര ചുറ്റുവട്ടത്തുള്ള എല്ലാ നിവാസികൾക്കും വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണ്. എല്ലാവരും വന്നു ചേരാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരച്ചമുടലുള്ള താങ്കൾ മനസ്സിലാലോചിക്കണത് ഇനി ആരും തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുന്നുള്ള ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഭീമയുടെ ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയൊരു ഷോറൂമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ നമ്മുടെ എക്സ്പോയിലോട്ട് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ആംബിയൻസും കിട്ടണമെങ്കിൽ ഷോപ്പിൽ തന്നെ നമുക്ക് എത്തിച്ചേരണം. പക്ഷേ എക്സ്പോയിൽ വരുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ചുകൂടെ ഓഫേഴ്സ്, നമ്മുടെ ചെറിയ മേക്കിംഗ് ചാർജ് വളരെ ചുരുങ്ങിയ ഒരു ഇതിൽ നമുക്ക് എടുത്തു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ ഈ നാട്ടിലോട്ട് എത്തിക്കുകയാണ്. ജില്ലക്കകത്ത് അതിന് വേണ്ട പരസ്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട പബ്ലിക്കിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സമൃദ്ധനായ ഒരു മാർക്കറ്റിംഗ് ഹെഡാണ്. പേരെന്താണ്? ഇർഷാദ് എന്ന പേര്. ഇർഷാദ് എന്നാണ് പേര്. എത്ര നാളെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഒരു 10 വർഷത്തോളം സർവീസ് ഉണ്ട് ഭീമയില്. എന്താ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല് നമ്മളെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ഡെൻസിറ്റി ഉള്ള പ്രദേശമാണ് ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി വൈസ് ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ നെയ്യാറ്റിൻകര. അതുപോലെ തന്നെ ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് നമ്മുടെ ഭീമയുടെ ഏറ്റവും വലിയ ഒരു കസ്റ്റമർ വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങൾ NSS ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയിരുന്നത്. വലിയൊരു സക്സസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോയും നല്ല രീതിയിൽ തന്നെ ഒരു സക്സസിലേക്ക് എത്തുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇന്നിവിടെ ഇത്രയും ക്രൗഡുണ്ട്. അപ്പോൾ ഈ ക്രൗഡെല്ലാം താങ്കളുടെ ശ്രമഫലമായി, അതായത് താങ്കൾ ചെയ്ത വർക്കിന്റെ ശ്രമഫലമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾ ഉൾപ്പെടെ. ശരിയല്ലേ? അല്ല, അതിലൊരു തിരുത്തുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ അല്ല, ഇവിടെ ഒരു ടീം വർക്കാണ്. ഭീമ എന്ന് പറയുന്ന ടീം വർക്കിന് നേതൃത്വം കൊടുക്കുന്നത് ഇർഷാദാണ്. അപ്പം ആ ഇർഷാദിന്റെ ഒരു പ്രയത്നം എനിക്ക് തോന്നുന്നു രാത്രിക്കുള്ള ഒരുപാട് വൈകിയാണ് ഷോപ്പിൽ പോകാറ്. അത് ഇതിലെല്ലാം എന്റെ കൂടെ എല്ലാവരും ഉണ്ട്. മാനേജേഴ്സ് ഉണ്ട്, ഞങ്ങളെ കൊളീഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാസ് റൂട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മളെ സെയിൽസിലെ ബോയ്സ് ഭയങ്കര ഹാർഡ് വർക്കാണ്. കാരണം ഈ വെയിലൊന്നും മഴയൊന്നും ഇല്ലാതെ തന്നെ അവർ ഓരോ വീടുകളിലും പോയി ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സ്പോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നേരിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എല്ലാ സെക്ഷനിലും, ബിൽഡിങ്ങിലായാലും ഈവൻ പ്രൊഡക്റ്റിലായാലും. ഈ പ്രൊഡക്റ്റ് ഹയർ ചെയ്യുക പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ എക്സ്പോർട്ടിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ചും സ്റ്റോക്ക് ബഫർ ചെയ്യാനുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വലിയ ഷോറൂം വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും. ഇത് ഞങ്ങളുടെ മാത്രം ഒരു ഒപ്പീനിയൻ അല്ല, ഇത് ഉപഭോക്താക്കളുടെ വലിയൊരു ഒപ്പീനിയനാണ്. ഇവിടെ ഒരു ഷോറൂം വരണം എന്നുള്ളത്.
പിന്നെ തീർച്ചയായും ഇനി സമീപകാലത്ത് എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സർ. ജാനുവരി 23 മുതൽ, അതായത് ഇന്ന് മുതൽ ജാനുവരി 26 വരെ നടത്തുന്ന ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിലിലേക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വമ്പിച്ച ആഭരണ ശേഖരവും അതിലേറെ ഓഫറുമായിട്ടാണ് ഭീമ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 1% മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന സ്വർണ്ണാഭരണ ശേഖരം, സ്വർണ്ണാഭരണത്തിന്റെ പണിക്കൂലിയിൽ 50% മുതൽ 75% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവ്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ പവന് മാർക്കറ്റ് വിലയേക്കാൾ 800 രൂപ അധികം ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ഇയർ നമ്മൾ നടത്തിയിരുന്ന അവസരത്തിൽ വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയെല്ലാം കവർ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ, ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ഒരു എക്സ്പോ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ജഗദീഷിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഡിയർ സ്റ്റാഫ് മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ നെയ്യാറ്റിൻകര എക്സിബിഷൻ നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ടൈമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നല്ലൊരു റെസ്പോൺസ് വന്നിരുന്നു. ഇവിടുത്തെ ക്ലയൻസ്, നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വി ആർ ഡൂയിങ് സെക്കൻഡ് ടൈം ഇവിടുത്തെ എക്സിബിഷൻ. അപ്പോൾ മാക്സിമം കളക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ പറയാനുള്ളത്, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഗോൾഡ് മേടിച്ചാൽ ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചറിൽ യു ക്യാൻ പാസ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ, യു ക്യാൻ പാസ് ഇറ്റ് ഓൺ ടു യുവർ കിഡ്സ് ഓർ യുവർ ഡിയർ വൺസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഡയമണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് ജ്വല്ലറി മാത്രമാണ്, ഇത് ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ആസ് ജ്വല്ലറി. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ഇഫ് യു ബയർ വെയിറ്റ് ചെയ്യണം, പിന്നെ അത് അത്ര എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിനുള്ള ആൾ വേണം. ജ്വല്ലറി ഗോൾഡ് ആണെങ്കിൽ അങ്ങനെയല്ല. ഈവൻ 1 gram യു ക്യാൻ മാർക്കറ്റിൽ വിൽക്കാം, 10 grams ആണെങ്കിൽ വിൽക്കാം, 100 grams ആണെങ്കിൽ വിൽക്കാം, എത്ര വേണമെങ്കിലും വിൽക്കാം. നല്ല ഓഫേഴ്സ് ഇവിടെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ടേക്ക് ബെനിഫിറ്റ് ഓഫ് ദിസ്. ആൻഡ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, കസ്റ്റമേഴ്സിൻ്റെ. പിന്നെ നമ്മുടെ സ്റ്റാഫ് ഇതിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി വൺ പറയാൻ ടൈമൊന്നും ഇല്ല. So a lot of effort our staff has taken to do this. So let it be very successful. Thank you. നിന്ന് സ്വർണം വാങ്ങുന്നതിന്, മാറ്റിയെടുക്കുന്നതിന് ഒക്കെ ആയിട്ടുള്ള വലിയ ഇളവോട് കൂടിയിട്ടുള്ള സൗകര്യമാണ് നെയ്യാറ്റിൻകരയിൽ ഒരുക്കിയിരിക്കുന്നത്. സംരംഭം ഈ 4 ദിവസക്കാലം നെയ്യാറ്റിൻകരയിലെ പൊതുസമൂഹത്തിന് ആശ്രയിക്കാൻ പറ്റുന്നൊരിടമായി മാറും. അതോടൊപ്പം തന്നെ ഇതിന് എല്ലാ തലത്തിലുമുള്ള വിജയവും ആശംസിച്ചുകൊണ്ട് ഈ ഭീമ ജുവല്ലറിയുടെ MD-യും മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ ശ്രീ KK ഷിബു സാർ, ഇവിടെ ഭീമയുടെ മാനേജിംഗ് ഡയറക്ടർമാർ, അതുപോലെ ഈ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർ, എല്ലാവർക്കും നന്ദി. പിന്നെ ഇത് കൂടാതെ എൻ്റെ ഈ വാർഡിലാണ് ഈ സ്ഥാപനം നടക്കുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ തന്നെ എല്ലാവരിടത്തും പറഞ്ഞ് എന്നാൽ കഴിയണ എല്ലാ സഹായവും നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ ഇനിയും നല്ല രീതിയിൽ നെയ്യാറ്റിൻകരയിൽ ഒരു ഭീമ ജുവല്ലറി ആരംഭിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഈ വർഷം നെയ്യാറ്റിൻകരയിൽ എക്സ്പോ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മൾ എക്സ്പോ നടത്തുമ്പോൾ ഏകദേശം 6,250 രൂപയായിരുന്നു സ്വർണ്ണവില. ഇന്ന് ഏറ്റവും റെക്കോർഡ് വിലയായ 14,650 രൂപയാണ്. അപ്പോൾ നമുക്ക് വളരെ അഭിമാനപൂർവ്വം തന്നെ പറയാം, 1 gram
സ്വർണം മേടിക്കുന്ന ആൾക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു റിട്ടേൺ വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റിന് കിട്ടും? പിന്നെ സാറ് പറഞ്ഞ പോലെ ഇത് എപ്പോഴും ഒരു സെന്റിമെന്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് സാധാരണ ഗോൾഡിന് വിദഗ്ധരൊക്കെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും അതും നമ്മളിപ്പം പുതിയതായിട്ട് സെലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ 18 ക്യാരറ്റിൽ ചെയ്ത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലും അഫോർഡബിൾ ആയിട്ടുള്ള ഓർണമെന്റും ഡെയിലി വെയർ ഓർണമെന്റ്സുമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡയമണ്ട് കളക്ഷൻ, പിന്നെ നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. ഇത് മാത്രമല്ല ഇന്നത്തെ നമ്മളെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും നമ്മൾ വളരെയധികം കിഴിവുകൾ നൽകിയാണ്. അത് 50% വരെയുമുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നെയ്യാറ്റിൻകരയിലെ ഓരോ വ്യക്തികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. പുതിയ ഇന്നോവേഷൻസും കൺസെപ്റ്റുമായിട്ട് നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കുന്ന സാറിന് വെൽക്കം ചെയ്യുന്നു. കൂടെ നമ്മുടെ കോർപ്പറേറ്റ് GM കണ്ണൻ സാറിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് മെയിനായിട്ടും വരുന്ന ഒരു സ്ഥലപ്പേരാണ് നെയ്യാറ്റിൻകര. അപ്പൊ ആ നെയ്യാറ്റിൻകരയുടെ കസ്റ്റമേഴ്സിന്റെ നാളെ ഇതുവരെയുള്ള നമ്മുടെ സഹകരണം അത് മാത്രമാണ് ഇവിടെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യാൻ നമ്മുടെ സുഹാസ് സാറും നമ്മുടെ ടീം നമ്മളെ ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് ഭീമയുടെ മാനേജിംഗ് ഡയറക്ടർ സുഹാസ്. 2ാം തവണയാണ് നെയ്യാറ്റിൻകരയിൽ ഒരു എക്സ്പോ വെക്കുന്നത്. ആ 2ാം തവണ എന്തുകൊണ്ട് എക്സ്പോ വന്നു, എന്താണ് ഇവരുടെ മറ്റു ഭാവി പരിപാടി, നമുക്കൊന്ന് ചോദിക്കും. നെയ്യാറ്റിൻകരയിൽ നമ്മൾ ലാസ്റ്റ് ടൈം എക്സ്പോ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ എക്സ്പോ എല്ലാ രീതിയിലും എല്ലാ കട്ടകട ചെയ്യുന്നുണ്ട്, നെയ്യാറ്റിൻകര ചെയ്യുന്നുണ്ട്, ആറ്റിങ്ങൽ നമ്മുടെ എല്ലാ ഷോറൂംസിന്റെ എവിടെയൊക്കെ ഷോറൂംസ് ഉണ്ടോ അവിടെ എല്ലാ പോക്കറ്റ്സിലും നമ്മൾ എക്സ്പോ ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യാറ്റിൻകര ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് വന്നിരുന്നു. ഇവിടുത്തെ പബ്ലിക് സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്നു. ഗോൾഡ് ആണെങ്കിൽ, ഡയമണ്ട്സ് ആണെങ്കിൽ, സിൽവർ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ നെയ്യാറ്റിൻകരയിൽ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യം ഒന്നുകൂടെ നല്ല സ്റ്റോക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ഓഫർ ഇവിടെ ചെയ്തിട്ടുണ്ട്. 50% ഓൺ ഗോൾഡ്, ഡയമണ്ട്സിന് 15,000 പെർ ക്യാരറ്റ്, അങ്ങനെ സിൽവറിന് നോ MC, മേക്കിംഗ് ചാർജ് ഇല്ലാത്ത. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാർ ഇപ്പൊ കുറെ പേര് പേടിക്കുന്നുണ്ട് ഗോൾഡ് മേടിക്കാൻ. അപ്പൊ അവരെ നമുക്ക് ആകർഷിക്കാനാണ് ഈ എക്സ്പോ. അപ്പൊ ഇനിയും ഇതേപോലുള്ള എക്സ്പോസ് തുടരുകയും നെയ്യാറ്റിൻകരയിൽ പെർമനന്റ് ഷോപ്പ് ഉണ്ടാകും എന്ന് താങ്കൾ ഒരു ഉറപ്പ് തരാമോ? നമ്മുടെ എക്സ്പോ ലൈക്ക് യു സെഡ് എക്സ്പോ ചെയ്യാനുള്ളത് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ആൻഡ് മോർ ബിസിനസ്. അറ്റ് ദ സെയിം ടൈം അവർക്ക് അടുത്തായിട്ട് പെട്ടെന്ന് വരാം. ഫ്യൂച്ചറിൽ നമ്മുടെ നെയ്യാറ്റിൻകര ഒരു നല്ല മാർക്കറ്റാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇത് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് നെയ്യാറ്റിൻകര ഒരു ഷോറൂം ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും.
അത് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ വിൽ കൺസിഡർ. താങ്ക് യു. നമ്മളിപ്പോ ഭീമാ ജ്വല്ലറിയുടെ കോർപ്പറേറ്റ് GM ശ്രീമാൻ കൃഷ്ണൻ. ഹലോ സാർ. സാറ് എങ്ങനെ തോന്നുന്നു? രണ്ടാം തവണയാണല്ലോ ഇവിടെ. അപ്പൊ നേരത്തെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഞങ്ങൾ ഷോറൂം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ശരിയാവും? തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ സൗകര്യങ്ങൾ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് 18 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് പക്ഷേ സിറ്റിയിലോട്ട് വരാനും അവരവരുടെ ബുദ്ധിമുട്ടുകളും കാരണം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പം സ്വർണം പർച്ചേസ് ചുരുങ്ങുകയാണ്. പിന്നെ വിലകൾ കൂടുമ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ പോക്കറ്റ്സും നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നു. ചെറു പട്ടണങ്ങൾക്കും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നെയ്യാറ്റിൻകര, കാട്ടാക്കട, പിന്നെ പടിഞ്ഞാറ് വശത്ത് കഴക്കൂട്ടവും നമ്മൾ നോക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ ആറ്റിങ്ങലും പോത്തങ്കോടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കുഞ്ഞ് വളർന്നു വരുന്ന പട്ടണങ്ങളെയും ഞങ്ങൾ തീർച്ചയായിട്ടും തോന്നിക്കും. മോസ്റ്റ്ലി ഞങ്ങൾ നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ വെക്കാം. നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും അവരുടെ വലിയ ഷോറൂംസ് വരുമെന്ന പ്രതീക്ഷയോട് കൂടി നന്ദി. താങ്ക് യു.